ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടിയിൽ വെട്ടിലായി സർക്കാർ. തുടർ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് ആശയക്കുഴപ്പമുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, ഇപ്പോൾ നിയമമന്ത്രിയും പറയുകയായിരുന്നു ഇതൊരു റിപ്പോർട്ടാണ്, അതിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കും എന്നു മാത്രവുമല്ല, നിയമപരിജ്ഞാനമുള്ള ആളാണ് ഇതിന്റെ അധ്യക്ഷയായിരുന്നത്. അവർ തന്നെ ഏതെങ്കിലും നിയമ നടപടികൾ വേണമെങ്കിൽ അത് ശുപാർശ ചെയ്യുമായിരുന്നു എന്ന ഒഴികഴിവ് കൂടി ഇപ്പോൾ പി രാജീവ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾക്ക് മുൻകൈ എടുക്കില്ല എന്ന് തന്നെയല്ലേ? ഉറപ്പായും അത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, സർക്കാരിന് ആ നിലയിൽ ഏതെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് നിയമ നടപടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ മന്ത്രി രാജീവ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. കാരണം ഈ നിയമപരിജ്ഞാനമുള്ള ഹേമ കമ്മിറ്റി അധ്യക്ഷ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ട പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ സർക്കാർ ഉരുട്ട് കളിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിലവിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത എന്തെങ്കിലും നടപടികൾ അത് ഏത് നിലയിൽ വേണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ കോൺക്ലേവിനും അപ്പുറത്തേക്ക് കൂടി ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഇനിയെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ICC സിനിമാ മേഖലയിൽ ഈ കംപ്ലൈന്റ് അതോറിറ്റികൾ നിൽക്കുന്നുണ്ടെങ്കിലും അതും ഈ പറയുന്ന പ്രശ്നക്കാരുടെ കയ്യിലോ അതല്ലെങ്കിൽ പുരുഷന്മാരുടെ കയ്യിലോ ആണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിന് ഒരു പരിഹാരം ഉണ്ടാവണം. അതിന് സർക്കാർ നിയന്ത്രിതമായ ഒരു സംവിധാനം കൂടി ICC-കളിൽ ഉണ്ടാവണം. മാത്രമല്ല, പല സിനിമാ ലൊക്കേഷനുകളിലും ICC ഇല്ല, ഉള്ളിടത്താവട്ടെ അത് പേരിന് വേണ്ടി മാത്രമാണ് ഉള്ളത് എന്ന പരാതികളും ഉണ്ട്. അതെല്ലാം പരിഹരിക്കാൻ സർക്കാരിന് കഴിയുകയും വേണം. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.